ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോകാൻ പോവാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ ബാക്കിലായിട്ട് ഞാൻ പലവട്ടം കാണിച്ചിട്ടുണ്ട് ഒരു കോവിലുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ന് എന്തൊക്കെയോ പ്രത്യേകതകളൊക്കെ ഉണ്ട്. എന്ത് പ്രത്യേകതയെന്നൊന്നും ചോദിക്കരുത് കേട്ടോ, എനിക്കറിയില്ല. ഞാനിങ്ങനെ അമ്പലത്തിൽ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിച്ചൊരുങ്ങി പോകുന്നല്ലാതെ അവിടെ പ്രാർത്ഥിക്കും, ബാക്കി കാര്യങ്ങളൊക്കെ കണ്ട് തിരിച്ചു പോരുന്നല്ലാതെ എന്താണ് ഏതാണെന്നൊന്നും ഞാനിങ്ങനെ വിശദമായി അന്വേഷിക്കാറില്ല കേട്ടോ. എനിക്കൊന്നും മനസ്സിലാവാറില്ല എന്താണ് അതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്നും അതുപോലൊരു ദിവസമാണ്. അവിടെ പോയി പ്രാർത്ഥനയും ഇതൊക്കെ കഴിഞ്ഞു, അഭിഷേകമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമുക്ക് ഭക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ കോവിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും അവരിങ്ങനെ സാമ്പാർ സാദം, അതുപോലെ എന്താ പറയുക, തൈര് സാദം, പിന്നെ ലെമൺ റൈസും ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി റൈസസൊക്കെ കൊടുക്കും. അതിലെനിക്ക് സാമ്പാർ സാദം ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മളൊക്കെ വെക്കണേക്കാളും ടേസ്റ്റ് ഇവിടെ കോവിലൊക്കെ വെക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടി ഞാനും ചേച്ചിയും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ അതൊക്കെ വാങ്ങി കൊണ്ടുവന്ന് കഴിച്ചു, പിള്ളേർക്കൊക്കെ കൊടുത്ത് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം മേലൊക്കെ വന്നു. ഇവിടെ ഇങ്ങനെ നമ്മൾ ചുമ്മാ ഉലുവയുടെ വിത്തിങ്ങനെ വെറുതെ ഇങ്ങനെ പാവിയിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല, ഇവിടെ മേലൊക്കെ ഇങ്ങനെ ഉലുവയുടെ തൈ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉലുവ ഉണ്ടായിക്കണം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉലുവ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഉണ്ടായിട്ട് നിൽക്കണത് കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണല്ലേ കിട്ടണതെന്ന് മനസ്സിലായിട്ട് ഞാൻ അങ്ങനെ ഭയങ്കര അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ താഴോട്ട് വന്നു. പിന്നെ കുറച്ച് നേരം കുട്ടുമായിട്ട് കളിച്ചു. കുട്ടുവിന് നമുക്കിങ്ങനെ നല്ല ഹാങ്ങിങ് ആയിട്ടുള്ള നല്ല ജില്ലെന്നൊക്കെയുള്ള കമ്മലൊക്കെ കണ്ടു കഴിഞ്ഞാൽ മൂപ്പരാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഏത് നേരം ഇങ്ങനെ കൊത്തിയിട്ടും തൊട്ടിട്ടും ആട്ടിയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും. പിന്നെ ഞാനിന്ന് കുറച്ച് ഒരു ചെറിയ ജുംക്കയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അത് ഇങ്ങനെ തട്ടി തട്ടി നോക്കുകയാണ് കുട്ടു. കുട്ടൂര് നല്ല ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ നല്ലപോലെ തല ഇങ്ങനെ ചൊറിയുന്നുണ്ടായിരുന്നു. ഒരു വിരൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചൊറിയണ കാണാൻ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. ചില നേരത്ത് ഇങ്ങനെ ഇവളെങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണ കാണാം. തല ചൊറിയും, കണ്ണടച്ചിട്ടിരിക്കും, നമ്മളെങ്ങനെ തട്ടും, അതുപോലെ ഉറക്കം വന്നിട്ട് ഇങ്ങനെ ഉറങ്ങി തൂങ്ങി വീഴും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും കേട്ടോ. ഇങ്ങനെയുള്ള പക്ഷികളേനൊന്നും അങ്ങനെ ഇരുന്ന് അങ്ങനെ കെയർ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ കുട്ട് കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ചില സമയത്ത് ഭയങ്കര ക്യൂട്ടായിട്ട് പാവം തോന്നാറുണ്ട്. ഉച്ചയ്ക്ക് എല്ലാവരും റെസ്റ്റൊക്കെ എടുത്ത് കുട്ടികളൊക്കെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ചേച്ചിയും പിള്ളേരൊക്കെ തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പം ഞാൻ പട്ടുവിനെ ട്യൂഷനാക്കിയിട്ട് ചുണ്ടുമായിട്ട് ഇങ്ങോട്ട് പോന്നു കേട്ടോ. നാളെ ചുണ്ടുവിന് ഗ്രീൻ ഡേ ആണ് സ്കൂളിൽ. അപ്പോൾ അതിനെ നോക്കിയപ്പോൾ ഒരു ഗ്രീൻ ഡ്രസ്സ് പോലും ഇല്ല കേട്ടോ, ഒരു ടീഷർട്ട് പോലും ഇല്ല ഗ്രീൻ കളറിൽ. എല്ലാം പിങ്ക് കളറിലും റെഡ് കളറിലും യെല്ലോ കളറിലൊക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു ടീഷർട്ട് മാത്രം എടുക്കാമെന്ന്. അങ്ങനെ വന്നതാണ് കേട്ടോ പോണ്ടി ബസാറിലേക്ക്. അപ്പോൾ എൻ്റെ കൂടെ ലഡുവിൻ്റെ അമ്മയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം നമുക്ക് ഈവനിങ് ഒക്കെ അല്ലേ പോണ്ടി ബസാറൊക്കെ നടന്ന് വീട്ടിലേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ നല്ല നല്ല ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നെയിൽ പോളിഷൊക്കെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഒരെണ്ണം മേടിച്ചായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുട്ടികളല്ലേ, അവർ അതും ഇതൊക്കെ വേണമെന്ന് പറഞ്ഞ് കരച്ചിലായി, തല്ലോടി തുടങ്ങി. പിന്നെ അവിടെ നിന്ന് വലിച്ചിട്ടാൽ പോകുന്നില്ല. അപ്പോൾ അതാണ് അവരും കൊണ്ട് പോയാലുള്ളൊരു ബുദ്ധിമുട്ട് കേട്ടോ. കണ്ടതൊക്കെ വേണം, എല്ലാത്തിനും വാശി പിടിച്ച് ഇപ്പോൾ ഒരാൾക്ക് വാങ്ങി കൊടുത്താൽ അടുത്ത ആൾക്കും വേണം അങ്ങനെ. പിന്നെ ഞങ്ങളിങ്ങനെ പുറത്ത് ഇറങ്ങിയപ്പോൾ ഇവിടെ ഇങ്ങനെ എന്താ പറയുക, പൊരിയില്ലേ, നമ്മളിവിടെ വേർക്കടലൊക്കെ ഇട്ടിട്ട് പൊരി, സവാള, തക്കാളിയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റാട്ടോ കഴിക്കാനായിട്ട്. എനിക്ക് ആദ്യമൊന്നും ഇത് അത്ര വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ ഇവരുടെ കൂടെ കൂടിയ പിന്നെ ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങി കഴിക്കുമ്പോൾ ഞാൻ അതൊന്നൊക്കെ ടേസ്റ്റ് ചെയ്ത് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞ് ഞങ്ങൾ പാർക്കിലൊക്കെ പോയായിരുന്നു. അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ തിരിച്ച് വീട്ടിലോട്ട് വന്നു. അപ്പോഴേക്കും പട്ടു ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അവളെ കുറച്ച് നേരമൊക്കെ ഇരുത്തി പഠിപ്പിച്ചും അവൾക്ക് കുറച്ച് ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യിപ്പിച്ചു. പിന്നെ ഇവൾ ഡാൻസ് ക്ലാസ്സിന് പോകുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, അവിടെ നിന്നും കുറച്ച് ഹോംവർക്കല്ല, അവരിങ്ങനെ കുറേ ശ്ലോകം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവർക്കൊരു ബുക്കുണ്ട്, അതിൽ എഴുതി കൊണ്ടുവരാനായിട്ട് പറയും.
അതൊക്കെ പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ കണക്കാട്ടോ, പ്രാക്ടീസിലൊക്കെ കണക്കാണ് ഡാൻസൊക്കെ. എന്നാലും ഇന്നെന്താണാവോ ഭയങ്കര മൂഡിലാന്ന് തോന്നുന്നു. ബുക്കൊക്കെ എടുത്ത് വെച്ച് വായിച്ച് ഓരോന്നൊക്കെ സ്റ്റെപ്പൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. ചില നേരത്ത് ഇങ്ങനെ ഓരോ ബോധതയാണ്, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കും. അപ്പോൾ അതാണ് കാണുന്നത്. അപ്പോൾ അത്രയ്ക്കുള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.